ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പടവലങ്ങയും തക്കാളിയും കൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാ റെസിപ്പിയിലേക്ക് കുറച്ച് പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പടവലങ്ങയും ടൊമാറ്റോ ഒക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം ഈ പടവലങ്ങയും ടൊമാറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് എടുത്ത് വയ്ക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിൻ്റെ പേരിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല, കാരണം ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഈ പടവലങ്ങയെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് ഞാൻ അന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെന്തിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വെന്ത് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പച്ച ഫ്ലേവർ മാറാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കുകയാകാവൂ. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള. കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.